ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങുന്നതായിട്ട് അത് അനുഭവിച്ച് അങ്ങ് വിട്ട് ശരീരം ഈ വെള്ളിമേൽ കൂടെ ശരീരം കാണില്ല, എനിക്ക് ശരീരം കാണത്തില്ല, നമ്മുടെ ആത്മാവ് അങ്ങ് മേലോട്ട് ഇങ്ങനെ വെള്ളി മേഘങ്ങളിൽ കൂടെ പോവുകയും ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പോലെ അത് കണ്ടു. അതിനുശേഷം ഈ ഹോസ്പിറ്റൽ മുറിയിൽ നിൽക്കുന്ന ഡിന്നർ ടേബിൾ കാണുന്നത് കണ്ണു തുറക്കുന്നതായിട്ട്, ഡിന്നർ ടേബിളിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടും ഇങ്ങനെയുള്ള അത് കഴിഞ്ഞ് കണ്ണു തുറന്നു. ദൈവം പറഞ്ഞു, നിൻ്റെ ഈ ലൈഫ് ഇതായിരുന്നു നിൻ്റെ പ്രാർത്ഥന ലൈഫ്. ബ്ലഡില്ലാത്ത മുട്ടുമേ നിന്ന് ഇതുപോലെ നീ എന്നോട് പ്രാർത്ഥിക്കുമായിരുന്നു, നീ ആ ലൈഫ് വിട്ടുപോയി, നീ അതിലേക്ക് തിരിച്ചു വരണം. ഞാൻ ഒരുപാട് ആ സമയത്ത് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ബെഡായിരുന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നീ എൻ്റെ സർജറി ഈ രാത്രിയിൽ നീ എൻ്റെ സർജറി നടത്തണം. ബ്ലഡ് ഒഴുകാണ്, മൂക്കിൽ കൂടെയും വായിക്കൂടെയും ബ്ലഡ് വരുന്നുണ്ട്. എനിക്കൊരു ഭയവുമില്ല, എനിക്കറിയാം എന്താണ് നടന്നത്. ദൈവം എന്നെ തിരിച്ചു വിട്ടു. ആ സമയത്ത് തന്നെ എനിക്ക് കംപ്ലീറ്റ് ക്ലിയറാണ്. ഈ ബ്ലഡ് നേഴ്സസിൻ്റെ പോക്ക് അങ്ങനെ ഒരു എപ്പിസോഡിൽ ഇതെന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ ക്ലിയറായി മറന്നുപോയി. ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എന്നോടുകൂടെ കർത്താവിൻ്റെ ദാസൻ ജെയ്സൺ സണ്ണി അവറുകളുണ്ട്. ഈ എപ്പിസോഡിൽ കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ കുടുംബമായി പാർക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയാണ്, എന്നാൽ ചില വർഷങ്ങൾക്ക് മുന്നമേ ഓസ്ട്രേലിയയിലേക്ക് കടന്നു വന്നു. ഇവിടെ വെച്ച് അത്ഭുതകരമാകുന്ന രൂപാന്തരീകരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതത്തിൽ കൊടുത്തു. മാത്രവുമല്ല, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരനുഭവം നമ്മോട് പങ്കുവയ്ക്കുവാനുണ്ട്. അത്ഭുതകരമാകുന്ന ആ അനുഭവങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ലാസറേ പുറത്തു വരിക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മരിച്ച ലാസർ 4 ദിവസം കഴിഞ്ഞ ആ മൃതദേഹം അതിലേക്ക് ജീവൻ വന്ന് ലാസർ പുറത്തു വന്നതുപോലെ കർത്താവിൻ്റെ ദാസന് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം, മരിച്ചതിന് ശേഷം ആത്മാവ് മടങ്ങി വരുന്ന, ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയതിന് ശേഷം ആത്മാവ് മടങ്ങി വരുന്ന ഒരനുഭവം ഉണ്ടായി. ആ അനുഭവങ്ങളെല്ലാം നമ്മോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്രഥമമായിട്ട് എന്തായിരുന്നു ഈ നിലയിലുള്ള ഒരു മനപരിവർത്തനത്തിനും കർത്താവിൻ്റെ അരികിലേക്ക് വരുവാനുമൊക്കെയുള്ള ആ ആരംഭ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി സ്റ്റീവനുമൊത്ത് ഇങ്ങനെയൊരു സമയം സ്പെൻഡ് ചെയ്യാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പാസ്റ്റർ പറഞ്ഞ പോലുള്ള അനുഭവങ്ങൾ, ദൈവികമായ അനുഭവങ്ങൾ, അത്ഭുതകരമായ അനുഭവങ്ങൾ ഞാൻ ഷോർട്ടായിട്ട് ദൈവകൃപയാൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാം. ഞാനൊരു OB എക്സ്പീരിയൻസ്, പാസ്റ്റർ പറഞ്ഞ പോലെ മരിച്ച് ജീവൻ പോയി, ആ സമയത്ത് ദൈവികമായ അത്ഭുതങ്ങൾ നടന്ന് തിരിച്ചു വന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതിനു മുമ്പ് എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആത്മീയ അനുഭവം പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാം. എന്നാലേ ഇതുമായിട്ട് കണക്റ്റ് ആകും. ഞാൻ 8 വയസ്സുള്ള സമയത്ത്, എന്ത് വിഷയത്തിനാണെന്ന് പറയുന്നില്ല, ഫിനാൻഷ്യലായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ പപ്പായുടെ ബിസിനസ്സൊക്കെ തകർന്ന് വളരെ പ്രയാസകരമായിരുന്ന സമയത്ത് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അങ്ങനെ ഞാനൊരു ഒരു ദിവസം ഒരു വിഷയത്തിന് വേണ്ടി രാത്രിയിൽ പ്രാർത്ഥിച്ചു. അത് കിട്ടാൻ ആ സമയത്ത് വളരെ അസാധ്യമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എണ്ണീറ്റപ്പോൾ അത് എൻ്റെ മേശപ്പുറത്ത് ഇരിക്കുന്നു. അത്ഭുതകരമായ ഒരു ദൈവിക പ്രവൃത്തി ഞാൻ കണ്ടു. അന്ന് മുതൽ ഞാൻ യേശുവിൽ ഞാനത് രാത്രി പ്രാർത്ഥിച്ചു, ടയർഡായിട്ട് കിടന്നു. പിറ്റേ ദിവസം അത്ഭുത പ്രവൃത്തി കണ്ടു. ഞാൻ അന്ന് മുതൽ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് അന്ന് മുതൽ പിന്നീട് അന്നേരം 8 വയസ്സ് ഏകദേശം. ഞാൻ 3-ോ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ബന്ധക്കാർക്ക് വേണ്ടി. പക്ഷേ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം അവർക്ക് മിറക്കിൾ ചെയ്യുന്നത് എനിക്ക് കാണാൻ ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുട്ടുമ്മയിൽ നിന്ന് തല നിലത്ത് ഇങ്ങനെ വെച്ച് അങ്ങനെ
കുമ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയും. അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തിൽ നിന്ന് ഉള്ള സത്യം പറഞ്ഞാൽ അവേ ഫ്രം ഗോഡ് എന്ന് വെച്ചാൽ രാവിലെ എണീക്കും, പെട്ടെന്നൊരു പ്രാർത്ഥന, ബൈബിൾ വായിച്ചു, പെട്ടെന്നൊരു പ്രാർത്ഥന, ജോലി കഴിഞ്ഞ് വരുമ്പോഴും എത്ര ലേറ്റായാലും രാത്രി 2 മണി 3 മണി ആയാലും ബൈബിൾ പെട്ടെന്ന് വായിച്ചു എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പഴയ പോലുള്ള ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രെയർ ലൈഫ് ഇല്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് 2024 സ്റ്റാർട്ട് ചെയ്തു. ജനുവരി പ്രെയറൊക്കെ ആയി, ന്യൂ ഇയറിൻ്റെ പ്രെയർ. പക്ഷേ ജനുവരി 2 എനിക്ക് ഭയങ്കരമായ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ, ചീറ്റിങ്, ഒരുപാട് ബിട്രയൽ, ഫിനാൻഷ്യൽ ചീറ്റിങ്, ലോസസ് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ദൈവത്തെങ്കിൽ അർപ്പിച്ച് മറന്നിരിക്കുമായിരുന്നു. പക്ഷേ എക്സാക്ട്ലി ജനുവരി 2, 2024 ജനുവരി 2 ഇതെല്ലാം ഒരു മഴ പോലെ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന്, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന്, എല്ലാം എൻ്റെ മനസ്സിലോട്ട് വരുക. ഈ ചീറ്റിങ്, ബിട്രയൽ, ഒരു പക്ഷേ എന്നോട് ചെയ്ത ബിട്രയലൊക്കെ ഓർത്താൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞാനിങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവനോട് ഇരിക്കുന്നല്ലോ എന്ന്. പലരും സൂയിസൈഡ് ചെയ്യേണ്ട സമയങ്ങൾ പോലും, ആ വാക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലോകപരമായിട്ട് ചിന്തിച്ചാൽ അങ്ങനെയൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്. പക്ഷേ ഞാൻ അവിടുന്നൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥന കരുതലുള്ളത് കൊണ്ട് ഞാൻ ഈ ഷോർട്ട് പ്രെയർ ആണെങ്കിലും രാവിലെയും വൈകിട്ടും പോകുമ്പോഴും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഷോർട്ട് പ്രെയറേ നടത്താറുള്ളൂ. എങ്കിലും ആ ദൈവത്തിൻ്റെ കരുതലുള്ളത് കൊണ്ട് ഞാൻ അപ്പോഴും പക്ഷേ ജീവിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ. അന്ന് ആ സമയത്തും ജനുവരി 2 ആയപ്പോൾ ഈ മറന്ന കാര്യങ്ങളും കാര്യങ്ങളും ലോസസ് എന്ന് പറഞ്ഞാൽ ഹെവി ലോസസ്, റിയൽ എസ്റ്റേറ്റ്, മണി വൈസ്, അങ്ങനെ എല്ലാം വന്നിട്ട് മനസ്സിൻ്റെ ഈ പ്രയാസങ്ങൾ വന്നിട്ട് എനിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ പ്രയാസപ്പെട്ടിരുന്നു. ഫെബ്രുവരി 1 തൊട്ട് എൻ്റെ ചെവിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എല്ലാ മാസം അവസാനവും മാസത്തിൻ്റെ ഫസ്റ്റ് ഡേയിലും ഞാൻ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഈ മാസത്തെ ലാസ്റ്റ് ഡേ ആകുമ്പോൾ എത്രത്തോളം എല്ലാം ഓർക്കും, ഒന്ന് പെട്ടെന്ന് എന്തൊക്കെയാണ് അതിനെല്ലാം ഒന്ന് താങ്ക് യു പറയും. പുതിയ മാസം ആകുമ്പോൾ ആ മന്തിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഫെബ്രുവരി 1 ആ മന്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു, ഈ മാസം നീ കംപ്ലീറ്റ് ചെയ്യുകയല്ല. ക്ലിയർ ഫെബ്രുവരി മാസം കംപ്ലീറ്റ് ചെയ്യില്ല, ഫെബ്രുവരി മാസം നീ കംപ്ലീറ്റ് ചെയ്യല. 2024 ഫെബ്രുവരി മനസ്സിലാവുന്നു, മരിച്ചു പോകും, ആ രീതിയിലാണ് പറയുന്നത്. പിന്നീട് ആ ദിവസങ്ങളിൽ ചെവിയിൽ ശബ്ദം പോലെ പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഫെബ്രുവരിക്ക് വേണ്ടിയോ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് നീ ഫെബ്രുവരിക്ക് വേണ്ടിയോ അല്ല വേറെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഈ ഫെബ്രുവരി നീ കംപ്ലീറ്റ് ചെയ്യില്ല എന്നൊരു ശബ്ദവും സംസാരിക്കുന്ന പോലെ എനിക്ക് എൻ്റെ ചെവിയിൽ. പിന്നീട് ഞാൻ എൻ്റെ വർക്കിൻ്റെ കോൺട്രാക്റ്റ് അനുസരിച്ച് ചെറിയ വർക്കുകൾ എൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാർച്ചിലേക്കുള്ള ചില വർക്കുകൾ കമ്പനിക്കാർ തരുമ്പോൾ ഞാനത് എടുക്കാൻ ഓക്കെ പറയാൻ തുടങ്ങുമ്പം, ഈ മാർച്ച് നിനക്കൊള്ളതല്ല, എടുക്കരുത്, മാർച്ച് നിനക്കൊള്ളതല്ല, നീ മാർച്ച് കാണില്ല, മാർച്ച് എനക്കൊള്ളല്ല. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കിപ്പോൾ ഈ ചെവിയിലോ പറയുന്ന പോലോ ഞാൻ ആ കോൺട്രാക്റ്റ് വർക്കുകൾ എടുത്തില്ല. മാർച്ച് മാസത്തിലെ കോൺട്രാക്റ്റുകളൊന്നും വർക്കൊന്നും എടുത്തില്ല. ഹൃദയത്തിൽ അങ്ങ് ഉറപ്പായോ മാർച്ച് കാണത്തില്ലെന്ന്? അങ്ങനെ പറയുകയാണ്. ഒരു ദിവസമല്ല, പല പ്രാവശ്യം. അത് ഫെബ്രുവരി ദൈവശബ്ദം അല്ല എന്നൊരു ചിന്തയൊന്നും വന്നില്ല. ദൈവശബ്ദമല്ല എന്നുള്ള ചിന്ത എനിക്ക് തീർച്ചയായും അറിയാം. ദൈവം അങ്ങനെ നമ്മളെ ദ്രോഹമായിട്ടൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആരുടെ ശബ്ദമായിരുന്നു എന്ന് അറിയാമോ? അത് പിന്നീട് എനിക്ക് മനസ്സിലായി ആരുടെ ശബ്ദമായിരുന്നു. അത് തീർച്ചയായിട്ടും ശത്രുവിന്റെ, പിശാചിന്റെ ശബ്ദം. കാരണം ഇപ്പൊ ജീവനോടുകൂടെ ആയിരിക്കുന്നു. ആ മാർച്ച് മാസം കഴിഞ്ഞു, ഇപ്പൊ 2025 ഒക്ടോബർ. ഇപ്പൊ 2024 മാർച്ചിലല്ലേ? 2024 മാർച്ച് കഴിഞ്ഞ് ഇപ്പൊ 2025 ഒക്ടോബർ. അപ്പോ ആ കേട്ട ശബ്ദം ദൈവത്തിൽ നിന്നല്ലായിരുന്നു, പിശാചിന്റെ ശബ്ദമായിരുന്നു. എന്നാൽ നമ്മുടെ മനസ്സ് അതിനോടങ്ങ് സമ്മതം മൂളി. എന്തോ ഒരു മടി പോലോ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടോ അല്ല, നമ്മളപ്പം തീരുമാനങ്ങൾ എടുക്കുകയല്ലേ, മാർച്ച് മാസത്തിലെ കോൺട്രാക്റ്റ് ഒന്നും എടുക്കണ്ട, മരിച്ചു പോകുമെന്നുള്ളത് നമ്മളങ്ങ് സമ്മതിക്കുകയാണല്ലേ.
അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ മനസ്സിലുള്ള ഹെർട്ടിങ്, എൻ്റെ ചീറ്റ്, എന്നോട് ചീറ്റ്, ഇതെല്ലാം അതിഭയങ്കര ഭീകരവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സമ്മതിക്കുന്ന രീതിയിലോട്ട് നേരത്തെ തന്നെ നമുക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത എവിടെയോ കയറി വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ചിന്ത വന്നില്ല. പക്ഷേ ഇങ്ങനെ ഇത്രയും ചതിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് എന്താ ദൈവം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച എന്നെ ദൈവം നോക്കിക്കോളും എന്നൊരു അമിത വിശ്വാസവും അവിടെ ഉണ്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും എന്നെ ഇത്രയും നടത്തിയ ദൈവം നോക്കും, ശത്രു എന്തുവാണെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട്. ആ വിശ്വാസം എന്നെ രക്ഷിച്ചു. അതിലുള്ള സംഭവത്തിലേക്ക് നമുക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. യഥാർത്ഥത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട ആ സംഭവം കർത്താവിൻ്റെ ദാസൻ ജെയ്സൺ അവറുകൾ വിശദീകരിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരി തുടങ്ങിയപ്പോൾ തൊട്ട് ഫെബ്രുവരി കംപ്ലീറ്റ് ചെയ്യില്ല, മാർച്ച് കാണില്ല എന്ന് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിലോ ചെവിയിലോ ഒക്കെ മന്ത്രിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോളെ വിളിച്ചു വളരെ വിഷമത്തോടെ. മൂത്ത മോള്, അവൾ ലോയ്ക്ക് പഠിക്കുന്നു. അവൾ ഇച്ചിരി അന്ന് അവൾക്ക് 20 years ആയിട്ടില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, മോളെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ ഇളയ കുഞ്ഞുങ്ങളെ നോക്കിക്കണം, ഇളയ മോളെ കരയിപ്പിക്കല്ല, അവളെ ടേക്ക് കെയർ ചെയ്യണം. മോനെ വിളിച്ചു പറഞ്ഞു, മോനെ ഹൈസ്കൂളിൽ പഠിക്കുന്നു, അവനോട് വിളിച്ച് പറഞ്ഞു രണ്ടുപേരോടും വഴക്കുണ്ടാക്കരുത്. വൈഫിനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒരു ചെവി ഇങ്ങനെ തോന്നുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്, എൻ്റെ വർക്ക് പ്ലേസിലുള്ളൊരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അദ്ദേഹം ചോദിച്ചു ശബ്ദം എന്താണ്, വളരെ ഡെസ്പൈറ്റ്, വളരെ എന്താ പറയുക നിരാശനായിട്ട്, ഞാൻ നോർമലി സംസാരിക്കുന്ന പോലല്ല ആ സമയത്ത്. എന്തു പറ്റി ജെയ്സൺ, എന്തു പറ്റി? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലൊത്തിരി പ്രയാസം. എന്താ കാര്യം? ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സ് വൺ വേർഡിൽ ഇങ്ങനെ പറഞ്ഞു, ലാസ്റ്റ് റീലാണ് റൺ ചെയ്യുന്നത് എന്ന് എൻ്റെ മനസ്സിലാരോ പറയുന്നു, എൻ്റെ ചെവിയിലാരോ പറയുന്നു, ഇത് ലാസ്റ്റ് റീൽ റൺ ചെയ്യുക, നിൻ്റെ ലാസ്റ്റ് റീൽ റൺ ചെയ്യുവാണ്. അങ്ങനെ ഒരു മീനിങ്ങിൽ അദ്ദേഹം ചിരിച്ച് തമാശ എടുത്തു. പക്ഷേ ഒരു ഫ്യൂ ഡേ അപ്പോഴത്തെ ആ സമയത്ത് തന്നെ എനിക്കൊരു ചെറിയൊരു പനി ഉണ്ടായിരുന്നു. പിന്നെ അത് പനി കൂടി ന്യൂമോണിയ പോലെയായി. 21 ഫെബ്രുവരി 21 രാവിലെ ഞാൻ കഫ് ചെയ്തപ്പോൾ 2 പ്രാവശ്യം ചുമച്ചപ്പോൾ 2 പ്രാവശ്യം ബ്ലാക്ക് ഔട്ടായി. ഫെബ്രുവരി 21 ഫെബ്രുവരി 2024 രാവിലെ എൻ്റെ ബെഡ്റൂമിൽ കാർപ്പറ്റായിരുന്നു. ചുമച്ചപ്പോൾ ബ്ലാക്ക് ഔട്ടായി, കാർപ്പറ്റ് വീണു. കാർപ്പറ്റ് ആയതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് എണീറ്റ് മോളുണ്ടായിരുന്നു, മൂത്ത മോൾ, അവളോട് തന്നെ ആംബുലൻസ് ബുക്ക് ചെയ്ത് വിളിച്ചു. ആംബുലൻസുകാർ വന്നു നോക്കിയപ്പോൾ എൻ്റെ BP ഒക്കെ ഒത്തിരി ഡൗൺ ആയിരുന്നു. അവർ ബ്ലാക്ക് ഔട്ട് 2 പ്രാവശ്യം ആയതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റൽ എമർജൻസി കൊണ്ടു. എല്ലാ ടെസ്റ്റുകളും എല്ലാം ചെയ്തു. ലാസ്റ്റിൽ അവർ കൺഫേം ചെയ്തു ന്യൂമോണിയ ആണ് ലങ്സിന്. 2-3 ദിവസം മതി, കുഴപ്പമില്ല, ഫ്രൈഡേ സാറ്റർഡേയോ ഡിസ്ചാർജ് ആകാം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ വൈകിട്ട് വരെ എല്ലാ ടെസ്റ്റും ഒക്കെ ചെയ്തു. പ്രൈവറ്റ് ഫണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടും ന്യൂമോണിയ ആയതുകൊണ്ടും അറിയില്ല, എനിക്ക് പ്രൈവറ്റ് ഫണ്ട് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു സിംഗിൾ റൂം കിട്ടി. അത് റൂമിൽ ഞാൻ തന്നെ ഉള്ളൂ. 23rd ഫ്രൈഡേ ഈവനിങ് 6:30 ആയപ്പോൾ ഞാൻ ബെഡേ ഇരിക്കുന്നു. പക്ഷേ ആ റൂമിൽ കാർപ്പറ്റല്ല, മൊസൈക്ക് ഫ്ലോറാണ്. ഞാൻ റൂമിൽ അവർ ഡിന്നർ കൊണ്ടുവന്നപ്പം ബെഡ് ഇച്ചിരി ഹൈറ്റിൽ വെച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ആ സൈഡിൽ ഹാൻഡൊക്കെ വാഷ് ചെയ്ത് വന്നിരുന്നു. എന്നപ്പോൾ പിന്നെ പെട്ടെന്നൊരു കഫ് ഇങ്ങനെ ചുമച്ചു. ബ്ലാക്ക് ഔട്ട് ആവുന്നു. ഞാൻ വീടായിരിക്കാൻ വേണ്ടി ആ റെയിലിൽ പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബോഡിയൊക്കെ തണുത്ത് ഞാൻ എൻ്റെ ബോഡി കാണുന്നത് സ്പിരിറ്റ് മേഘങ്ങളിൽ കൂടെ, വെള്ളി മേഘങ്ങളിൽ കൂടെ, ഈ വിമാനമൊക്കെ വൈറ്റ് മേഘങ്ങൾ, ക്ലൗഡ്സ്, അതിൽ കൂടി ഇങ്ങനെ മേലോട്ട് പോവുകയാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങുന്നതായിട്ട് അത് അനുഭവിച്ച് അങ്ങ് വിട്ട് ശരീരം, ഈ വെള്ളി മേഘക്കൂടെ ശരീരം കാണില്ല, എനിക്ക് ശരീരം കാണത്തില്ല, നമ്മുടെ ആത്മാവ് അങ്ങ് എടുക്കപ്പെടുകയും മേലോട്ട് ഇങ്ങനെ വെള്ളി മേഘങ്ങളിൽ കൂടെ പോവുകയും ഒരു തണുപ്പും ഭയങ്കര സുഖകരമായ ഒരവസ്ഥ. ആ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ല അങ്ങനൊരവസ്ഥ. ഭയങ്കര സുഖകരമായ അവസ്ഥയിലൂടെ അത് കുറേ നേരം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ മേളിൽ
ഇങ്ങനെ ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ വെള്ളി പ്രകാശങ്ങളും വലിയൊരു ഏരിയ ഇങ്ങനെ കാണാം. പക്ഷെ അങ്ങോട്ട് എനിക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് ദൂരെ അല്പം വെളിയിലായിട്ട് എന്നോട് ഒരാൾ സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലത്ത് കയ്യിൽ എന്തോ പിടിച്ചിട്ടുണ്ട്. എന്നോട് എന്തോ അല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ പിടിച്ചിട്ടുണ്ട്, വലത്ത് കയ്യിൽ. എനിക്ക് ക്ലിയർ അല്ല അന്നേരം ക്ലിയർ ആയിരുന്നു. ഇതിന് ശേഷം ഞാൻ അദ്ദേഹം എന്തോ എന്നോട് സംസാരിച്ചു. തിരിച്ചു വന്ന് ഞാനൊരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആ സമയത്ത് എനിക്ക് ബോഡി കാണാം. അത് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്നത് ഹോസ്പിറ്റൽ ഡിന്നർ കഴിച്ച ഇതുപോലെ ടേബിളിൻ്റെ സൈഡിലായിട്ട് വന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അത് കഴിഞ്ഞ് അന്ന സമയം നോക്കുമ്പോൾ എൻ്റെ ബോഡി ഞാൻ കയ്യിൽ എന്തോ പിടിച്ചിരിക്കുന്ന ആ വ്യക്തി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് അറിയാമോ? അത് ആ സമയത്ത് വളരെ ക്ലിയർ ആയിരുന്നു. അത് എനിക്ക് ദൈവം പറഞ്ഞു തന്നു. ഞാൻ അതിലോട്ട് വരാം. ഞാൻ ആ സമയത്ത് വന്ന് പിന്നെയും എൻ്റെ ആത്മ നോക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു അതേ പൊസിഷനിൽ ഞാൻ ആ ഹോസ്പിറ്റൽ ഫ്ലോറിൽ കമണ്ണ് വീണ് പ്രാർത്ഥിക്കുക. മുട്ടുമേ നിന്നിട്ട് തല നിലത്ത് കുത്തി ആ രീതിയിൽ ഫ്ലോറിൽ കിടക്കുന്നു. കുറേ ഡ്രോപ്പ് ബ്ലഡുകൾ അവിടെ ഇവിടെയും കിടപ്പുണ്ട്. പെട്ടെന്ന് ഞാൻ എൻ്റെ ബോഡിയിലെ ജീവൻ തിരിച്ച് വന്ന പോലെ വന്ന് കണ്ണു തുറന്നു. ആത്മാവ് ബോഡിയിൽ വീണ്ടും തിരിച്ചു കയറുന്നതായിട്ട് അനുഭവിച്ചു. കണ്ണു തുറന്നു. ആ സമയത്ത് പെണ്ണ് ആ സമയത്ത് ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പോലെ അത് കണ്ടു. അതിനുശേഷം ഈ ഹോസ്പിറ്റൽ മുറിയിൽ നിൽക്കുന്ന ഡിന്നർ ടേബിൾ ഡിന്നർ ടേബിളിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടും ഇങ്ങനെയുള്ള അത് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ എണ്ണീറ്റപ്പോൾ ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. ബ്ലഡ് ഇങ്ങനെ ഒഴുകി അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം. ഞാൻ തിരിച്ച് ബോഡിയിൽ വന്നപ്പോൾ ഒരു വേദന അറിയുന്നില്ല. ഭയങ്കരമായ ഒരു കൂളോ ഒരു ഞാൻ മേഘങ്ങളിൽ പോയപ്പോൾ ഉള്ള സുഖകരമായ അവസ്ഥ ആ ശരീരം തല തൊട്ട് കാല് വരെയുണ്ട്. മനസ്സിൽ നിന്ന് ആ സമയത്തുള്ള അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാലുഷ്യങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളും ഞാൻ പറഞ്ഞില്ലേ, ഹെർട്ടിങ്, ചീറ്റിങ്, ഇതെല്ലാം മാറിപ്പോയി. ആരോടും ഒരു പിണക്കവും ഇല്ല. ആ ഒരു ഭയങ്കര സുഖകരമായ അവസ്ഥ. എന്നിട്ട് ഞാൻ തന്നെ ഈ ബ്ലഡ് വായിൽ കൂടെയും മൂക്കിൽ കൂടെയും പമ്പ് ചെയ്ത് വരികയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മയങ്ങിപ്പോവും. ഞാൻ തന്നെ നേഴ്സസിനെ വിളിച്ചു, ഞാൻ തന്നെ ഫോൺ. അപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ധൈര്യവും ശക്തി എവിടുന്നോ ഭയങ്കരമായൊരു ശക്തി കിട്ടി. എനിക്കറിയാം എന്താണ് നടന്നുള്ളത്. ഇവരെ അവിടെ ആരും പറയാനൊക്കത്തില്ല. എനിക്ക് എന്താ നടന്നെന്നുള്ളത് എനിക്ക് ക്ലിയറാണ്. ഞാനപ്പോൾ ബെഡിൽ നിന്ന് എണ്ണീറ്റു, നിലത്തുനിന്ന് എണ്ണീറ്റു. ആ സമയത്തൊന്നും എണ്ണീക്കാൻ പോലും പാടില്ല. അപ്പം നേഴ്സസിനെ വിളിച്ചു, ബെല്ലടിച്ചു, എല്ലാവരും ഓടി വന്നു. 3 നേഴ്സസ് വന്നു. ഒരാൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് മയങ്ങിപ്പോയി. നേഴ്സസ് മയങ്ങി. 2 വന്ന നേഴ്സുമാർ അവരെ പിടി. കാരണം ഇത് റെസ്പിറേറ്ററി വാർഡായിരുന്നു. അവരധികം ബ്ലഡ് സർജറി ഒന്നും അധികം കുറച്ചാളായി കണ്ടിട്ടില്ലാത്ത നേഴ്സാണെന്ന് തോന്നുന്നു. ആ നേഴ്സസിനെ പിടിച്ച് മറ്റു 2 പേര് പോയി. കുറേ നേരം പിന്നെയും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴും ഞാൻ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ട് ബ്ലഡ് ഒഴുകാണ്. മൂക്കിൽ കൂടെയും വായിക്കൂടെയും ബ്ലഡ് വരുന്നുണ്ട്. എനിക്കൊരു ഭയവുമില്ല. എനിക്കറിയാം എന്താണ് നടന്നത്. ദൈവം എന്നെ തിരിച്ചു വിട്ടു. ആ സമയത്ത് തന്നെ എനിക്ക് കംപ്ലീറ്റ് ക്ലിയറാണ്. ഈ ബ്ലഡ് നേഴ്സസിൻ്റെ പോക്ക് അങ്ങനൊരു എപ്പിസോഡിൽ ഇതെന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ ക്ലിയറായി മറന്നുപോയി. ക്ലിയറായിട്ട് എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് നേഴ്സസ് വന്നു. ഇത് കഴിയുമ്പോൾ ഭയങ്കര ആളും പേരും ഡോക്ടേഴ്സ്. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചു, ഞാൻ തന്നെ വിളിച്ചു, മൊബൈലിൽ വിളിച്ചു. വൈഫ് വന്നു. പിന്നെ അവർ സ്കാൻ ചെയ്തപ്പം മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് സ്കള്ളിലുണ്ടെന്ന് പറഞ്ഞു. സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ എന്നോട് പറഞ്ഞ് നാളെ സർജറി ചെയ്യണം, ഫ്രാക്ചേഴ്സ് ഉണ്ട്, ബ്ലഡ് ഒത്തിരി പോകുന്നുണ്ട്. അപ്പോൾ സമയത്ത് മൂക്കി കൂടെ വായി കൂടെ ഒക്കെ ബ്ലഡ് പോകുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. അൺകോൺഷ്യസ്. എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കുക. സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഒരു ഏഷ്യൻ സ്റ്റാഫ് നേഴ്സായിരുന്നു. അവർ എൻ്റെ വൈഫിനോട് പറയുന്നത് കേട്ടു, എൻ്റെ ഹസ്ബൻഡ് വിൽ പവർ ഭയങ്കരമാണ്, ഇത്രയും കണ്ടിട്ട് ആൾ മയങ്ങില്ല. അപ്പം ഞാൻ ചിരിക്കുകയാണ് മനസ്സിൽ. കാരണം ഞാൻ ഓൾറെഡി മരണത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത്. ഞാൻ പിന്നെ എന്തിനാണ് മയങ്ങുന്നത്? ഞാനത് കേട്ടോട്ട് ഞാൻ മനസ്സിലിട്ട് ചിരിക്കും. ഞാൻ പറഞ്ഞത് എൻ്റെ വിൽ പവർ അല്ല. വൈഫിനോട് എന്താ അവർ പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു വിൽ പവർ ഭയങ്കരമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എൻ്റെ വിൽ പവർ അല്ല, ദൈവം തന്ന ശക്തി അപ്പം ഞാൻ എൻ്റെ വൈഫിനോടും ഈ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തിയില്ല, ഇങ്ങനെ പോയിട്ട് വന്നു എന്നുള്ളത്. ഇത് ദൈവം തരുന്ന ശക്തിയാണെന്ന് മാത്രം പറഞ്ഞു. പിന്നെ അന്ന് ഡോക്ടേഴ്സ് വന്നു. ന്യൂറോളജി സീനിയർ ഡോക്ടേഴ്സൊക്കെ പോയവർ തിരിച്ചു വന്നു. അവർ വിളിച്ചു വരുത്തി സർജറി ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. രാത്രി ഞാൻ ആ ബെഡിലിരുന്നു.
പ്രാർത്ഥിച്ചു. ദൈവമേ, ചെറുപ്പം മുതൽ മുട്ടുമ്മയിൽ നിന്ന് ഞാൻ ഇത്രയും ആ ഒരു സമയം ഒരു നേരത്തെ പ്രാർത്ഥന പോലും ദൈവമേ നീ ഓർത്തില്ലല്ലോ. ഇങ്ങനെ ഞാൻ ഓർത്തപ്പം ദൈവം പെട്ടെന്ന് തന്നെ ഓർമ്മിപ്പിച്ചു തന്നത്, ഞാൻ ആ ഫ്ലോറിൽ വീണ് കമണ്ണ് വീണ് ആ പ്രെയർ പൊസിഷനിൽ നിൽക്കുന്നത് തന്നെ ഓർമ്മിച്ചു തന്നു. അപ്പം ഞാൻ ദൈവത്തോട് ഇതെന്താ അതിൻ്റെ അർത്ഥം? ദൈവം പറഞ്ഞു, നീ ഈ പ്രാർത്ഥന ലൈഫിൽ നിന്ന് വിട്ടുപോയി. ഞാൻ അവിടെ നിന്ന് ബെഡായിരുന്നു പ്രാർത്ഥിക്കാൻ. നീ ഈ പ്രാർത്ഥന ലൈഫിൽ നിന്ന് വിട്ടുപോയി, നീ തിരിച്ചു വരണം. ഞാൻ ഈ ഫെബ്രുവരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ഇങ്ങനെയൊക്കെയുള്ള നീ മരിച്ചു പോകും, അല്ലെ ഫെബ്രുവരി കംപ്ലീറ്റ് ആകത്തില്ല എന്നൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ദൈവമേ എൻ്റെ സാംസ് 22 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ പറയുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വീട്ടിൽ ഉറക്കെ നിലവിളിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കി പറഞ്ഞു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അതേ വാക്കുകൾ ഞാൻ പിന്നെയും ആ ബെഡേലിരുന്ന്, ആ വീണ് രാത്രിയിൽ ബെഡേലിരുന്ന് അതേ വാക്ക് പറയും, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം എൻ്റെ നിലവിളി കേൾക്കാതെ നീ മറഞ്ഞിരിക്കുന്നതെന്ത്. അപ്പോൾ ദൈവം എന്നെ പെട്ടെന്ന് മനസ്സിൽ കൊണ്ടുവന്ന പിക്ചർ, ഞാൻ ആ കമണ്ണ് വീണ് ബ്ലഡുമായിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഇതിനൊക്കെ മുമ്പ് ചെറുപ്പം മുതൽ ഒരുപാട് അത്ഭുതകരമായ സ്വപ്നങ്ങൾ. അതായത് ചിലർക്ക് ചില ആക്സിഡൻറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ, അത് കറക്റ്റായിട്ട് ഞാൻ കാണുമായിരുന്നു. ആ സമയത്ത് അത് 2-3 ദിവസത്തിനുള്ളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് മാറി. പക്ഷേ അതങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ള സൈനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ, സ്വപ്നങ്ങൾ, വിഷൻസ് ഞാൻ കാണുമായിരുന്നു. ദൈവത്തോട് അങ്ങനെ സംസാരിക്കുന്ന, പ്രാർത്ഥനയിൽ രാത്രിയിലിരിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരുപാട് അവസ്ഥയിലൂടെ എനിക്കറിയാം. ഞാൻ അങ്ങനെ രാത്രിയിലിരുന്ന് സംസാരിക്കുന്ന ഒരു അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ബെഡിലിരുന്ന് ഞാൻ ഇങ്ങനെ ദൈവം പറഞ്ഞു, ദൈവം എന്നെ കാണിച്ചു, ഞാൻ കമണ്ണ് വീണിരിക്കുന്ന ബ്ലഡിൽ റൂമിൽ നിന്ന് വീണ് ആ ബ്ലഡൊക്കെ ആയിട്ട് കമന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവം പറഞ്ഞു, നിൻ്റെ ഈ ലൈഫ് ഇതായിരുന്നു നിൻ്റെ പ്രാർത്ഥന ലൈഫ്. ബ്ലഡില്ലാത്ത മുട്ടുമേ നിന്ന് ഇതുപോലെ നീ എന്നോട് പ്രാർത്ഥിക്കുമായിരുന്നു. നീ ആ ലൈഫ് വിട്ടുപോയി, നീ അതിലേക്ക് തിരിച്ചു വരണം. ഞാൻ ഒരുപാട് ആ സമയത്ത് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ബെഡായിരുന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നീ എൻ്റെ സർജറി, ഈ രാത്രിയിൽ നീ എൻ്റെ സർജറി നടത്തണം. എനിക്ക് ഒരു ഡോക്ടേഴ്സും എൻ്റെ സർജറിക്കായിട്ട് എൻ്റെ തലയിൽ ഒരു ബ്ലേഡ് പോലും, ഒരു നൈഫ് പോലും തൊടാൻ സമ്മതിക്കരുത്. പിറ്റേ ദിവസം ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ആ മെയിൻ ഡോക്ടേഴ്സ് എല്ലാം അവരെ റിപ്പോർട്ടുകളൊക്കെ പിന്നെയും എടുത്ത് എക്സ്റേ ഒക്കെ എടുത്തു. എല്ലാം എടുത്തിട്ട് അവർ പറഞ്ഞു, ഇത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കുറേ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് അത് തന്നെ ഹീലാവും. സർജറി ക്യാൻസൽ ചെയ്തു. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. പെട്ടെന്ന് എനിക്കറിയാം ഞാനും ദൈവമായിട്ട് അതുപോലൊരു, ഞാൻ അങ്ങനെ ഒരു ഇതിൽ പറയുകയല്ല, അതുപോലൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഈ ചെറുപ്പം മുതൽ വന്ന് ഞാൻ പറഞ്ഞ സ്വപ്നങ്ങളെപ്പറ്റി, അത് യാഥാർത്ഥ്യമായതിനെ പറ്റിയൊക്കെ ഒരു സ്വപ്നം ഇപ്പോൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകും. ഈ രാത്രിയിലെ ആ പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് മറുപടി നൽകി. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം പറയുന്നത് സർജറി വേണ്ട, ഇത് തനിയെ ഉണങ്ങും, തനിയെ അത് കരിയും എന്ന് പറയത്തക്കവണ്ണം ആ രാത്രിയിൽ കർത്താവ് ഒരു മഹാത്ഭുതം ചെയ്യുകയാണ്. വലിയൊരു മഹാത്ഭുതം. എത്ര ദിവസം പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വന്നു? 18 ഡേയ്സ് കിടന്നു. 18 ഡേയ്സ് ഹോസ്പിറ്റലിൽ. ആ സെയിം ഹോസ്പിറ്റലല്ല, വേറൊരു ഹോസ്പിറ്റലിൽ 10 ഡേയ്സ് കിടന്നു. പ്രൈവറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറണം റിക്വസ്റ്റ് ചെയ്തു. അവരെന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റി. അവിടെ 8 ഡേയ്സ് കിടന്നു. 19th ഡേ ഞാൻ രാവിലെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. ഇപ്പോൾ തലയ്ക്ക് യാതൊരു പ്രശ്നമില്ല, ദൈവകൃപയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം ഞാൻ മുടി വെട്ടിയിട്ടില്ല. അങ്ങനെയാണ് മുടി വളർന്നിരിക്കുന്നത്. കാരണം കുറേ ദിവസങ്ങൾ നമ്പായിട്ട് ആ സൈഡൊക്കെ ഇരുന്നു. വേദന ദൈവകൃപയാൽ ഒരു കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡിൽ അവർ ഒരുപാട് ടെസ്റ്റ് ചെയ്തു, ഒരുപാട് സർജറി. ലെഫ്റ്റ് ഐസിൻ്റെ സൈഡിൽ ഫ്രാക്ചർ ഉണ്ട്, അവിടെ എന്തെങ്കിലും എൻ്റെ ലെഫ്റ്റ് ഐസ് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം റൈറ്റ് ഐസിനെക്കാട്ടി കാഴ്ച കൂടി. അപ്പോൾ എൻ്റെ കണ്ണ് ഐ ടെസ്റ്റ് ചെയ്യുന്നവർ പറഞ്ഞു,
ഈ റൈറ്റ് ഐസിനും പഴയ കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ കാഴ്ച, ഞാൻ ഗ്ലാസ് വെക്കുന്നുണ്ട്, കാഴ്ച കൂടുതലുണ്ട്. പക്ഷേ ലെഫ്റ്റ് ഐസിന് ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ്. എന്താണെന്നറിയില്ല, ഞാനും അവരോടൊന്നും പറഞ്ഞില്ല. ആ ഐസിനായിരുന്നു ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര ഭയം, അതിൻ്റെ മേളിലൊക്കെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പം ദൈവം അങ്ങനെ ഒരു കൃപ ചെയ്തു. ഈ ഒരു അത്ഭുതത്തിന് ശേഷം, ഇത് 2024 ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ് ഈ ഒരു അത്ഭുതം സംഭവിച്ചത്. അതിനുശേഷം 19 ദിവസം ഹോസ്പിറ്റലായിരുന്നു. 19ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. കർത്താവ് പൂർണ്ണ ആരോഗ്യം നൽകി തന്നു. അതിനുശേഷം ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. തീർച്ചയായും ആ രാത്രി മുതൽ, ആ നിമിഷം മുതൽ എനിക്കറിയാം ഞാൻ എന്താണ് പോയിട്ട് വന്നതെന്ന് എനിക്ക് നല്ല ബോധം. പക്ഷേ ഞാൻ വൈഫിനോട് ആരോടും പറഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, പിന്നീട് മനസ്സിലായെന്ന് പറഞ്ഞു, കർത്താവ് അവിടെ മരിച്ച സമയത്ത് അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തുപോയ സന്ദർഭത്തിൽ കർത്താവ് എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ? അത് പിന്നീട് മനസ്സിലായെന്ന് പറഞ്ഞു. അതൊരു ദൂതനെ പോലെ ഒരാൾ ദൂതൻ എന്തായിരുന്നു സംസാരിച്ചത്? ഓക്കെ, ഞാൻ പിന്നീട് കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ പിടിച്ചോണ്ട് എന്നിട്ട് എന്നോട് സംസാരിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ അതെനിക്ക് അത് കഴിഞ്ഞുള്ള ഭയങ്കര എപ്പിസോഡുകളായിരുന്നു. ഈ ബ്ലഡ് ആള് അതെല്ലാം കൊണ്ട് ഇത് മറന്നുപോയി. പിന്നെ പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പിന്നെ ആ നിമിഷം മുതൽ ദൈവമായിട്ട് ഭയങ്കരമായിട്ട് അടുത്തു. പിറ്റേ ദിവസം എല്ലാവരെയും ഫോൺ വിളിച്ചു. പിണക്കം ഉണ്ടായിരുന്നവരെല്ലാം മറന്നിട്ട് എല്ലാവരെയും ഫോൺ വിളിച്ചു, സംസാരിച്ചു, ക്ഷമ ചോദിച്ചു. ഞാൻ ഒരു വോയിസ് പാസ്റ്റർ പ്രൈസ് ലോർഡ് പേര് പറഞ്ഞില്ല, കാരണം ഇതെല്ലാം ഫോർവേഡ്, കാരണം എനിക്ക് അത്രയും സംസാരിക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, പക്ഷേ അവർ പറയുന്ന ഒത്തിരി സംസാരിക്കില്ല, ഫോൺ ഉപയോഗിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് എല്ലാവരും ഫോർവേഡ്. ബ്രദർ പ്രൈസ് ലോർഡ് ബ്രദർ, ഞാനിങ്ങനെ ഇതായി ഹോസ്പിറ്റലായി, ഞാനിങ്ങനെ ഇരിക്കുന്നു അതൊക്കെ പറഞ്ഞിട്ട് അവരോട് സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ. അപ്പോഴത്തേക്ക് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഓക്കെ, അത് ഒരു എപ്പിസോഡ്. എല്ലാവരും മനസ്സിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളും മാറിപ്പോയി. ഇതെല്ലാം ശ്രദ്ധിക്കണം. ആ ഒരു സൂപ്പർ നാച്ചുറൽ അനുഭവം ഉണ്ടായതോടുകൂടെ പക, പിണക്കം, വിരോധം, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾ, അതിനെ വേണമെങ്കിൽ ദുഷ്ടസ്വാധീനങ്ങൾ എന്ന് വിളിക്കുവാൻ കഴിയാവുന്ന ദുഷ്ടസ്വാധീനങ്ങളെല്ലാം വാഷ്ഡ് ഔട്ട്. കറക്റ്റ്, യെസ്. അങ്ങനെ ഒരു ക്ലീനായി ഒരു അവസ്ഥയിലേക്ക് വന്നു. ദൂതൻ പറഞ്ഞ കാര്യം ക്ലീനായ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ പിന്നെ അവിടെ ഡിസ്ചാർജായി വീട്ടിൽ പോയി. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇങ്ങനൊരു എപ്പിസോഡിൽ കൂടെ കടന്നു. എൻ്റെ മനസ്സിൽ ശക്തമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ബ്രദർ, അവിടെ ഒരു ചർച്ച്, ഇവിടെ എല്ലാ പാസ്റ്റേഴ്സും ദൈവകൃപയാൽ ആ പാസ്റ്റേഴ്സ് എല്ലാം വിളിച്ചു. അതിലൊരു ബ്രദറിൻ്റെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഒരു 50-60 പേരോളം വീട്ടിൽ വരും. എന്നോട് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലായിരുന്നു, വീട്ടിൽ വന്നുകൊണ്ട് എന്നെ മാത്രം അവരുടെ ചർച്ചിന് വെളിയിൽ നിന്ന് എന്നെ മാത്രം ഇൻവൈറ്റ് ചെയ്തു. ബ്രദർ, ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു പ്രോഫറ്റ് പാസ്റ്റർ വരുന്നുണ്ട്, ബ്രദറൂടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാണ്? നമുക്കറിയത്തില്ല, എനിക്കും വലിയ പരിചയമില്ല, ഇങ്ങനെ ഒരാൾ പരിചയപ്പെടുത്തി, മലയാളിയല്ല എന്ന് പറഞ്ഞു, കർണാടകയിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു വയ്യാക്കി ഇരിക്കുകയില്ലയോ, വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ കുറച്ച് ദിവസം കഴിയും. അപ്പോൾ പിന്നെയും ബ്രദർ വിളിച്ചു. ഞാൻ പെട്ടെന്ന് യേസ് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു ഫോണും. പെട്ടെന്ന് രണ്ടാമതും ബ്രദർ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് യേസ് പറഞ്ഞു. ഞാൻ അവിടെ പോയി. ആ മീറ്റിങ്ങിൻ്റെ ലൈവൊക്കെ ഇപ്പോഴും അവരുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ പ്രോഫറ്റ് പാസ്റ്ററിനോട് പറയുന്നത്, ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ദൈവത്തോട് താങ്ക് യു പറയുകയാണ്, നന്ദി പറയുകയാണ്. ഇങ്ങനൊരു പ്രാർത്ഥനയിൽ പ്രയറിൽ വരാൻ ദൈവം വീണ്ടും തന്ന ആയുസിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ആ സമയത്ത് പാസ്റ്ററുടെ മീറ്റിംഗ് കഴിഞ്ഞു. പാസ്റ്റർ ഇങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ എല്ലാവരും വേണ്ടിയിട്ടു. പാസ്റ്റർ ഇങ്ങനെ ഭയങ്കര ടാങ്ക്സിൽ ഇങ്ങനെ പാട്ട് പാടി. മൈക്കും എല്ലാ സെറ്റപ്പും, മൈക്കും മ്യൂസിക്കും എല്ലാം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടുണ്ട്. മ്യൂസിക് ടീം ഇങ്ങനെ സ്ലോ ആയിട്ട് പാട്ട് പാടുന്നു. പാസ്റ്റർ അതിൻ്റെ കൂടെ അന്യഭാഷയിൽ നല്ലതായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ണടച്ചപ്പോൾ ഞാൻ ആ രാത്രിയിൽ വീണപ്പോൾ കണ്ട സ്വർഗീയ ശബ്ദങ്ങൾ പോലെ, സംഗീതം പോലെ എനിക്കിങ്ങനെ കാണും. ഞാൻ പെട്ടെന്ന് ഇതാണല്ലോ, ഞാൻ അതിൽ ട്യൂൺ ചെയ്യാൻ, നമ്മൾ ട്യൂണിങ് എന്ന് പറയത്തില്ലേ, ഇതാണല്ലോ ഞാൻ കേട്ട്, അതായിരിക്കുമല്ലോ, അതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്വർഗീയ സംഗീതം എൻ്റെ മുന്നിൽ വന്ന് നിന്നു. മുന്നിൽ അടുത്ത് വരുന്നതായിട്ട് തോന്നി. അടുത്ത് വന്ന് പെട്ടെന്ന് നിന്നപ്പോൾ ഞാൻ കണ്ണ് തുറന്നപ്പം ആ പാസ്റ്റർ റൈറ്റ് ഹാൻഡിൽ മൈക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എൻ്റെ മുന്നിൽ മാത്രം നിന്നിട്ട് ആദ്യം, അത് കഴിഞ്ഞ് 1-2 പേരോട് സംസാരിച്ചു. പക്ഷേ ആദ്യം എൻ്റെ മുന്നിൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുന്നിൽ
ഞാൻ ആ സമയത്ത് കടന്നു പോയതും കഴിഞ്ഞ കാലം കൊണ്ട് എല്ലാ കാര്യങ്ങളും പാസ്റ്റർ പറഞ്ഞു. ബ്രദർ, നീ ഒരുപാട് യു ഹാഡ് ഗോൺ ത്രൂ സോ മെനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയി, പറഞ്ഞറിയിക്കാൻ പോയി, ഒരുപാട് ചീറ്റിങ്ങുകളുണ്ടായി. അങ്ങനെ കുറേ എൻ്റെ ലൈഫിലുണ്ടായ കുറേ എപ്പിസോഡുകൾ പ്രോഫറ്റിക്കായിട്ട് പാസ്റ്റർ പറഞ്ഞിട്ട് പറഞ്ഞു, ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നീ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞാൻ മുന്നിൽ ചെന്ന് കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്ററിൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ കൈ വെക്കാൻ തുടങ്ങി. ഇങ്ങനെ കൈ ചെസ്റ്റിൽ അമർത്തി പിടിച്ചിട്ട് അന്യഭാഷ എന്ന് പറഞ്ഞാൽ നല്ല പവർഫുള്ളായിട്ടുള്ള അന്യഭാഷയിൽ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പാസ്റ്റർ കരയാൻ തുടങ്ങി. എന്നിട്ട് പാസ്റ്റർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, മൈ സൺ, ഗോഡ് ആസ്കിങ് യു, എൻ്റെ മോനെ, ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ വിട്ട്. പാസ്റ്റർ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. വൈ ആർ യു റണ്ണിങ് അവേ ഫ്രം മീ, വൈ ആർ യു റണ്ണിങ് അവേ ഫ്രം മീ, ഗോഡ് ആസ്കിങ് യു, ഐ കോൾ യു ഫോർ എ പർപ്പസ്, but you are running away from me again and again. Why are you running? ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പാസ്റ്റർ അന്യഭാഷ പറയും, ഇത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ പറയും, ദൈവം കൂടെ പറയുന്നുണ്ട്, ദൈവം നിന്നോട് സംസാരിക്കുന്നു, ഗോഡ് വാണ്ട് എന്ന്. പാസ്റ്റർ കരയാൻ തുടങ്ങി. പാസ്റ്റർ കരയാന്ന് പറഞ്ഞാൽ ദൈവം വിഷമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം അതുപോലെ ഫുൾ പവറിൽ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ പാസ്റ്റർ നിൽക്കുകയാണ്. പാസ്റ്റർ ഭയങ്കരമായിട്ട് പാസ്റ്റർ കരയാൻ തുടങ്ങി. സൗണ്ടെല്ലാം, വൈ ആർ യു റണ്ണിങ് മൈ സൺ, ഗോഡ് ആസ്കിങ് യു എന്ന്. അതാണ് ദൂതൻ അന്ന് പറഞ്ഞ കാര്യം. അതാണ്, എന്നിൽ നിന്ന് നീ എന്തുകൊണ്ട് അകന്നു പോകുന്നു, നീ എന്നെ വിട്ട് എന്തുകൊണ്ട് ദൂരെ ഓടിപ്പോകുന്നു. യെസ്, ഇതായിരുന്നു ദൂതൻ പറഞ്ഞത്. മടങ്ങി വരുവാൻ വേണ്ടിയുള്ള ഒരാഹ്വാനമായിരുന്നു. ആ മടങ്ങി വരുവാനുള്ള ആഹ്വാനത്തിന് വിധേയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ജെയ്സൺ ബ്രദറിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആയുസിലേക്ക് മടങ്ങി വരികയാണ്. ദൈവത്തിൽ നിന്ന് ഓടിപ്പോയതിൻ്റെ ഫലമായിട്ടാണ് ഒരു പ്രീമച്വർ ഡെത്ത് അവിടെ സംഭവിക്കുന്നത്. സമയത്തിനു മുന്നമേ മരണം കൊണ്ടുവരാൻ വേണ്ടി പിശാച് ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ട്. എന്നാൽ കർത്താവ് മഹാകരുണയാൽ മടക്കിക്കൊണ്ടുവരും. അത് പാസ്റ്റർ പറഞ്ഞു. ആ പ്രോഫറ്റിക് പാസ്റ്റർ അന്നേ അത് കഴിഞ്ഞ് പറഞ്ഞു, വൈ ആർ യു again and again you going round and round, but I am restoring you. പാസ്റ്റർ ഈ വേർഡ് ഉപയോഗിച്ചു, I am restoring you. God restoring you. You rebuild my altar. അത് 2 പ്രാവശ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു, നീ എൻ്റെ യാഗപീഠത്തെ പുതുക്കി പണിയണം. അതിനർത്ഥം പ്രാർത്ഥനാ യാഗപീഠത്തെ യാഗപീഠം അവിടെ ഉണ്ടായിരുന്നു, അത് തകർന്നു പോയി. യാഗപീഠം പണിയണമെന്നല്ല, പുതുക്കി പണിയണം. അത് ഫസ്റ്റ് കിങ്സിൽ എലൈജ യാഗപീഠം പുതുക്കി പണിതപ്പം, അത് ശരിയായ രീതിയിൽ പണിതപ്പം സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയത് എങ്ങനെയായ രീതിയിലാണെന്നുള്ളത് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം യാഗപീഠം പുതുക്കി പണിത്, യു റീബിൽഡ് ആൾട്ടർ. അതൊക്കെ പാസ്റ്റർ ഈ സമയത്തൊക്കെ പാസ്റ്റർ പറഞ്ഞു, ലൈവ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് പേഴ്സണലായിട്ട് കുറേ സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പുള്ള എല്ലാം ലൈവിലുണ്ട്. വളരെ അത്ഭുതകരം. നമുക്ക് കർത്താവിൻ്റെ ദാസൻ ജെയ്സൺ സണ്ണി അവരുടെ അനുഭവത്തിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ ലഭിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ ചതിവുകൾ, തൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ, അതൊക്കെ വരുത്തിയ ദുഃഖങ്ങൾ, വേദനകൾ, ഖേദങ്ങൾ, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, കയ്പ്, മനസ്സിൽ ഇതെല്ലാം തിങ്ങി നിറഞ്ഞപ്പോൾ മരണത്തിൻ്റെ സ്വാധീനം തന്നെ ആക്രമിക്കുകയുണ്ടായി. അകാലത്തിൽ തൻ്റെ ജീവൻ എടുക്കുവാൻ വേണ്ടിയുള്ള പൈശാചിക ശ്രമം നടന്നു. അങ്ങനെയാണ് കർത്താവിൻ്റെ ദാസൻ ജെയ്സൺ സണ്ണി അവർ 2024 ഫെബ്രുവരി മാസം 23 ചില മിനിറ്റുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായത്. തൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വന്നു. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോവുകയും തൻ്റെ നിത്യതയിലേക്കുള്ളൊരു യാത്ര അവിടെ ആരംഭിക്കുന്നത് അനുഭവിക്കുകയുണ്ടായി. എന്നാൽ അത് അകാലത്തിലുള്ള ഒരു മരണമായിരുന്നു. അത് സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. വീണ്ടും ആത്മാവ് ശരീരത്തിലേക്ക് മടങ്ങി വരികയും ആ സമയത്ത് കർത്താവ് ദൂതനിലൂടെ കൊടുക്കുന്നൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് യാഗപീഠം പുതുക്കി പണിയുക, ബന്ധത്തെ പുനഃസ്ഥാപിക്കുക. ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധമായിരുന്നു. എന്നാൽ ദീർഘവർഷങ്ങൾ ഒരു നാമധേയ ക്രിസ്ത്യാനിയെ പോലെ ജീവിച്ചു. ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ബൈബിളൊന്ന് വായിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും പെട്ടെന്ന് ഒരു ക്രൈസ്തവനാണല്ലോ അതുകൊണ്ടൊന്ന് വായിച്ചേക്കാം,
എന്നുള്ള നിലയിലൊന്ന് വായിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും തൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി പോകും. ആഴമുള്ള അടുപ്പമുള്ള ഒരു ബന്ധമുണ്ടായിരുന്നില്ല. അത് പിശാച് മുതലെടുത്തു. ആ നിലയിൽ ശരീരത്തെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു. അകാലത്തിൽ തൻ്റെ ജീവൻ പോകാതെ ദൈവം അത്ഭുതകരമായി സൂക്ഷിക്കുകയും ജീവനെ മടക്കി കൊടുക്കുകയും ചെയ്തു. മഹാത്ഭുതങ്ങളിലേ സംഭവിച്ചത്. ആശുപത്രിയിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ സീനിയർ ഡോക്ടേഴ്സ് വന്നപ്പോൾ അന്ന് രാത്രിയിൽ ആ വീഴ്ചയ്ക്ക് ശേഷം അവർ പറയുന്നത്, എത്രയും വേഗത്തിൽ തന്നെ ഒരു സർജറി ആവശ്യമാണ്, അടുത്ത ദിവസം സർജറി വേണ്ട. ആ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ജെയ്സൺ സണ്ണി അവരുടെ പ്രാർത്ഥന കേട്ട് യേശു അത്ഭുതം ചെയ്തു. ഒരു മഹാത്ഭുതം കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അത് നമുക്ക് വലിയൊരു സന്ദേശമാണ്. നമ്മുടെ ജീവിതവും യേശുവുമായിട്ടുള്ള അടുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഒരവസരം ലഭിക്കും. അനേകം സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങളിലൂടെ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം ഉണ്ടായതിനു ശേഷം തൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാകുന്നു, ശുശ്രൂഷയിൽ ഏത് നിലയിൽ പ്രയോജനപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കുവാൻ അവസരം ലഭിക്കും. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവുമായി അടുത്ത ഒരു ബന്ധത്തിൽ ജീവിക്കുവാൻ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും യാഗപീഠങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും യാഗപീഠങ്ങൾ പുതുക്കി പണിയട്ടെ. പ്രാർത്ഥനാ യാഗപീഠങ്ങൾ പുതുക്കി പണിയട്ടെ. കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന ഈ സമയത്ത് തന്നെ രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇഞ്ചുറികൾ മൂലമായിട്ട് വന്നിരിക്കുന്ന കേടുകൾ സൗഖ്യമാകട്ടെ. ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗബാധകൾ സൗഖ്യമാകട്ടെ. നാഡീ ഞരമ്പുകളിലുള്ള രോഗബാധകൾ സൗഖ്യമാകട്ടെ. വ്യാകുലതകൾ വിട്ടുപോകട്ടെ. യാകുലതകൾ വിട്ടുപോകട്ടെ. കയ്പ് മാറിപ്പോകട്ടെ. എല്ലാ ദുഷ്ട സ്വഭാവങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്നദ്ധതയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സന്ദേശം തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയമൊരു സമർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.